first, let me hop out the motherfucking Porsche. I don't want it if that ass don't sit like a horse. I be ballin' on these niggas, got me feeling like sports. Dash got so much ചേച്ചി food I could 3 നാരങ്ങളും afford. Ain't too many things I ain't done yet. I'm the king of this shit, crowned by the toilet. I'm just barely getting started, you already upset. Got a tiger as a pet, I just took him to the രാമ ചേച്ചിയുടെ 3 സോഡ നാരങ്ങ റെഡി. വാ. രാജമ്മ ചേച്ചി മധുരം കുറവാണല്ലോ. എന്റെ പേര് രാജമ്മ എന്നല്ല. പക്ഷേ ഞങ്ങളുടെ കഥയിൽ ചേച്ചിയാണ് രാജമ്മ ചേച്ചി. നല്ല ബോറ് നാരങ്ങ. അല്ല, മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ? ചേച്ചി, ഞങ്ങളിവിടെ ഒരു സിനിമയുടെ കഥ എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. സിനിമയോ? അതെ, സിനിമയെ കഥയൊക്കെ എഴുതുന്ന തിരക്കഥാകൃത്ത് മറ്റേ അജീഷ് വടക്കാഞ്ചേരി. ചേച്ചി ഇവിടെ അടുത്താണോ അമ്മച്ചി കൊട്ടാരം? അയ്യോ, അമ്മച്ചി കൊട്ടാരോ? ശരിക്കും ലോകത്തിൽ പ്രേതമൊക്കെ ഉണ്ടോ? ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അഥവാ ഇനി ശരിക്കും ഉണ്ടോ? ഉണ്ടോ? പിന്നെ കാണും. കാണുന്നു. ഉണ്ട്. ഉണ്ടെന്ന്. ഉണ്ടായിരിക്കടാ. കൊള്ളാമല്ലേ? ആഹാ, വളരെ മനോഹരം. കഥയ്ക്ക് പറ്റിയ അന്തരീക്ഷം അല്ലേ? അവിടെ വാതില് ആണ്. ക്യാമറ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അവിടെ സെറ്റ് ചെയ്താലും മതി. എന്നാ ഇവിടെ ചെയ്യാം. കൊള്ളാം. ഇതിന് പോട്ടൊന്നുമില്ലേ? അകത്തൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ. സൂക്ഷിച്ചൊക്കെ കയറണേ. എന്തോന്നടേ ഇതൊക്കെ? എന്തുവാടി അവിടെ? എന്തെങ്കിലും കാണുന്നുണ്ടോ അവിടെ? കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു. പേടിയില്ലാത്തല്ല എൻ്റെ പുറകെ പോകുന്നോട്ടെ. പുറകെ വാ. ഒരു മനുഷ്യനും ഇല്ല, മാഞ്ചാടിയില്ല. ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയാം. കഥ പൂട്ടിയേക്കണേ. കാട് കുളിരണ കൂട് കുളിരണ തീനുണ്ടോ വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന നേരത്ത് ഞാൻ കേറുവാണേ. അർദ്ധരാത്രി 12 മണി. ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്ന ഒരു പടുകൂറ്റൻ ബംഗ്ലാവ്. എങ്ങും പാലപ്പൂക്കളുടെ സുഗന്ധം. പ്രതികാരദാഹി അവളുടെ ആത്മാവ് ബംഗ്ലാവിനുള്ളിലേക്ക് കടന്നു വരുന്നു. മുറിക്കുള്ളിൽ ആസ്വദിച്ച് വെറ്റില മുറുക്കിയിരിക്കുന്ന തമ്പുരാൻ. ഉയർന്നു കേൾക്കുന്ന ചിലങ്കയുടെ ശബ്ദം. പെടുന്നനെ ഒരു ഇടിമിന്നലിൻ്റെ അകമ്പടിയോടെ അവൾ തമ്പുരാൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞെട്ടിവിറച്ച് നിൽക്കുന്ന തമ്പുരാൻ്റെ കഴുത്തിൽ ഞെരിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നു, ചേട്ടാ കുടിക്കാൻ കുറച്ച് അവിടെ എന്താ? ലൈറ്റ് ഇടേ. വെയിറ്റ് വേണ്ടേ? എന്തോ അവിടെ എവിടെ? അവിടെ ഞാൻ കണ്ടത്. എവിടെ? അടിച്ച് ലൈറ്റ് അങ്ങോട്ടി. ആ സൈഡിലോട്ടി. സ്വിച്ച് പോയിട്ടാ.
കഥവും തുറന്നിട്ട് ഇമാരിത് എവിടെ പോയി കിടക്കും? മച്ചാനെ, നമുക്ക് ഈ വീട് വേണ്ട. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്ത് കുഴപ്പം? ഇവിടെ ശരിക്കും പ്രേതമുണ്ടല്ലോ. എടേ, ഈ പ്രേതം ഭൂതമൊന്നുമില്ലടേ. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന. ഏതായാലും നാളെ നേരം വെളുക്കാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. അതേ, നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ട് കിടക്കാൻ നോക്കും. അവനെന്തി? അവനെ കാണാൻ. എഴുതേക്കെ, അവനെ പോയി നോക്കാം. പോ. വെളുപ്പാങ്കാലത്ത് ഇവൻ ഇവിടെ നിന്ന് എന്തോ കാണിക്കുവോ? എന്താന്ന് ഇന്നലെ നിങ്ങളെ പേടിപ്പിച്ച പ്രേതത്തെ ഞാൻ അങ്ങ് പിടിച്ചു. എപ്പം? എന്തിനു ഇവിടെ വന്നു? എന്നോടാ ചോദിച്ചേ? സത്യം പറയാൻ നീ ഇവിടുന്ന് പുറത്തു പോകത്തില്ല. പറ, ആരാ നീ? പറയുന്നുണ്ടോ? ഉള്ളത് പറയാ, നീ ഇവിടുന്ന് പോകത്തില്ല. ചേട്ടാ പാവാണ് ചേട്ടാ, വിടിയേട്ടാ. ചേട്ടാ ഞാൻ പറയാം ചേട്ടാ. ഇവിടെ ആരാ താമസിക്കുന്നതെന്ന് അറിയാൻ വന്നാ ചേട്ടാ. ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ ഒരു സാറ് താമസിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ആ സാറങ്ങ് പോയി. അന്ന് മുതൽ ആ സാറിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. പോടാ. ഞെട്ടിവിറച്ച് നിൽക്കുന്ന തമ്പുരാന്റെ കഴുത്തിൽ ഞെരിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നു, ചേട്ടാ കുറച്ച് വെള്ളം തരുമോ? അയ്യോ, അപ്പോ പ്രേതമൊന്നും ഇല്ലായിരുന്നല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പ്രേതമൊന്നുമല്ല. ഇതിലേതായാലും ചെറിയൊരു ത്രെഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് കഥ മൊത്തത്തിൽ അങ്ങ് മാറ്റിയാലോ? മാറ്റണം. എനിക്ക് ചില ഐഡിയാസ് ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. പേടിച്ച മനുഷ്യന്റെ ഊപ്പാട് തെറ്റി. പ്രേതം കൊണ്ട് സൂക്ഷിക്കുക, മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ ബോർഡും.